ഗുഡ് മോർണിംഗ്. കേരളത്തിലെ മനുഷ്യരുടെ കയ്യിലേക്ക് വനംവകുപ്പിന്റെ വിലങ്ങ് വീഴാനായിട്ട് യാതൊരു നിയമ തടസ്സവും ഉണ്ടാകാത്ത തരത്തിൽ അന്യായമായ അധികാരങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിക്കൊണ്ട് ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ്. നിയമ ഭേദഗതി വന്നിട്ടില്ലെങ്കിൽ പോലും അത് റൂൾസ് ഓഫ് പ്രൊസീജിയറിന്റെ സെക്ഷൻ 69 അനുസരിച്ചുകൊണ്ട് ഗസറ്റിൽ പബ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്. നവംബർ മാസം 1-ാം തീയതി. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP-യുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് നിങ്ങൾ മലയോര മേഖലയിൽ താമസിക്കുന്നവരോ തീരദേശ മേഖലയിൽ താമസിക്കുന്നവരോ പട്ടണത്തിൽ താമസിക്കുന്നവരോ എവിടെ താമസിക്കുന്നവരുമായിക്കോട്ടെ, നിങ്ങളെ ഒരു വാറന്റും ഇല്ലാതെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നോ പറഞ്ഞുകൊണ്ട് ഒരു തടസ്സവുമില്ലാതെ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിങ്ങൾ ഒരു കേസിലും പ്രതിയാകണമെന്നില്ല. ഏതെങ്കിലും കേരളത്തിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന് തോന്നുകയാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ഒരു കേസുകളും രജിസ്റ്റർ ചെയ്യാതെ തന്നെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനോ മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകുന്നതിനോ പറ്റുന്ന തരത്തിലേക്ക് അന്യായമായ അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് കേരള ഫോറസ്റ്റ് ആക്ട് 1961 ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ല് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ലിന്റെ ഡ്രാഫ്റ്റ് അത് കേരള ഗസറ്റില് നവംബർ മാസം 1-ാം തീയതി എന്ന ഡേറ്റ് വെച്ചുകൊണ്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇതിലെ നിയമപരമായ പ്രതിസന്ധി എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ ഗസറ്റിൽ വന്നിരിക്കുന്ന ഈ നോട്ടിഫിക്കേഷൻ വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേരള ഫോറസ്റ്റ് ആക്ടിന്റെ സെക്ഷൻ 63 ഭേദഗതി ചെയ്തിട്ട് വളരെ ഗൗരവതരമായ അധികാരങ്ങൾ, അതായത് വനത്തിനുള്ളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ കേസെടുക്കുന്നതിനാണ് ഫോറസ്റ്റ് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് അധികാരമെങ്കിൽ ഇനി മുതൽ വനത്തിനുള്ളിലെന്നല്ല എവിടെ വെച്ച് വേണമെങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഒരു കേസുമില്ലാതെ തന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ്. അത് നമ്മൾ വിചാരിക്കും ഈ വനമെന്ന് പറയുന്നത് കിഴക്കൻ മലയോര മേഖലയിൽ മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല. സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്ക് ആലപ്പുഴയുടെയും തൃശ്ശൂർ അല്ലെ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ വരെ ഓഫീസ് ഇട്ടിട്ട് ഈ ബാലവനം, വിദ്യാവനം, സോഷ്യൽ ഫോറസ്ട്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വിശാലമായിട്ട് അവരുടെ അധികാരപരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സെക്ഷൻ 63 കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതി പ്രകാരം ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മുതൽ മുകളിലേക്കുള്ളവർക്ക് ഏതൊരു വ്യക്തിയെയും ഒരു വാറന്റും ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് അതിഭയങ്കരമായ അധികാരം നൽകിക്കൊണ്ട് സെക്ഷൻ 63 ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൽ സെക്ഷൻ 69 പ്രകാരമുള്ള റൂൾസ് ഓഫ് പ്രൊസീജിയർ 69 പ്രകാരമുള്ള പബ്ലിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇത് നവംബർ മാസം 1-ാം തീയതി ആണെങ്കിലും ഇന്നലെ രാത്രിയിലാണ് ഇത് ശ്രദ്ധയിലേക്ക് പെട്ടത്. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ലൈവ് വരുന്നത്. ഇത് വളരെ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അത് പ്രത്യേകിച്ച് മലയോര മേഖലയിലും മനുഷ്യൻ വന്യമൃഗ ആക്രമണങ്ങളിൽ സമരങ്ങൾ നടത്തുമ്പോൾ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സമരങ്ങൾ നടത്തുമ്പോൾ ആ സമരങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് അന്യായമായ അധികാരം വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തുകൊണ്ട് നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് നിയമങ്ങൾ ഒളിച്ചു കിടത്തുകയാണ്. ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നതൊന്നും ജനപ്രതിനിധികൾ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതല്ല. എന്നെ കേൾക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ജനപ്രതിനിധികൾ ഉണ്ടെങ്കിൽ, ഈ നാട്ടിൽ ജനങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കുന്നതിനുള്ള അന്തരീക്ഷം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക, നിങ്ങൾ നാളെ ഒരു പ്രതിസന്ധിയിലേക്ക് ഉൾപ്പെട്ട് വരുമ്പോഴാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഈ ലൈവ് ഒന്ന് ഷെയർ ചെയ്യണം. ഇതിനെതിരെ ശക്തമായ സമരങ്ങൾ ഉണ്ടാകണം.
എന്നെ കേൾക്കുന്ന ജനപ്രതിനിധികൾ ഇതിനകത്ത് ഇടപെടണം. ഈ വിഷയത്തിൽ വളരെ ഗുരുതരമായ പ്രതിസന്ധി കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണിത്. ഇതിലൊന്ന് മനസ്സിലാക്കുക, ഈ ഭേദഗതിയിൽ വളരെയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആറ്റിലിറങ്ങി അല്ലെങ്കിൽ തോട്ടിലിറങ്ങി മീൻ പിടിക്കുന്നവരെ പോലും അല്ലെങ്കിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവരെ പോലും അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ് വനം വകുപ്പിന്. ഇനി എന്തെങ്കിലും, അതായത് അല്ലാതെ തന്നെ കള്ളക്കേസുകൾ ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം ആത്മഹത്യ ചെയ്തത് 4 പേരാണ്. ഒരു കേസുകൾ പോലും രജിസ്റ്റർ ചെയ്യപ്പെടാതെ വനം വകുപ്പിന്റെ മാനസിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് 4 പേരാണ്. ഇവിടെ ഈ നിയമം ഒളിച്ചു കടത്തുക എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഇതൊക്കെ ഉദ്യോഗസ്ഥരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം. ഇത് കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ ഇതിൽ പുറകെ ഉണ്ടാകണം. ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണം ഉണ്ടാകണം. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും, വനത്തിനുള്ളിലല്ല മുഴുവൻ സ്ഥലങ്ങളിലേക്കും അഴിച്ചുവിടുന്ന തരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഈ നിയമ ഭേദഗതി ഒരു കാരണവശാലും അംഗീകരിക്കാവുന്നതല്ല. എല്ലാ ജനങ്ങളും ഇതിനെതിരെ രംഗത്ത് വരണം. ഇവിടെ ലോ ആൻഡ് ഓർഡർ നിലവിൽ ഏൽപ്പിച്ചിരിക്കുന്നത്, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിനാണ് അതിന് അധികാരമുള്ളത്. അതായത് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്നുള്ള ആരോപണമുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ആ വിവരം കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി കൊടുക്കുകയും പോലീസ് അതിനകത്ത് സത്യസന്ധമായ അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു ഇതുവരെയുള്ള നടപടിയെങ്കിൽ. ഇനി അതിനകത്ത് വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, തങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന് കാണിച്ചുകൊണ്ട് ഏതൊരു വ്യക്തിയെയും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് കൂട്ടിക്കൊണ്ടു പോകുന്നതിന്, അറസ്റ്റ് ഒന്നും റെക്കോർഡ് ചെയ്യണമെന്നൊന്നുമില്ല, കസ്റ്റഡിയിലെടുത്ത് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്ന തരത്തിലേക്ക് നിയമ ഭേദഗതി കൊണ്ടുവരുന്നു. ഇത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. ഇതിന്റെ പ്രതിസന്ധി എവിടെയാണെന്ന് ചോദിച്ചാൽ, നാളെ ഞാനോ നിങ്ങളോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായെന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നു എന്നുള്ളത്. ഇത് AK ശശീന്ദ്രൻ മിനിസ്റ്ററാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത നിയമസഭയിൽ ഇത് ചർച്ചയ്ക്ക് വരും. ഇത് പാസ്സാക്കപ്പെടുന്ന പക്ഷം മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 നൽകുന്ന മൗലികാവകാശങ്ങളുടെ മുകളിലേക്ക്, മലയോര മേഖലയിൽ നല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മുകളിലേക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലികാവകാശം ആർട്ടിക്കിൾ 21ന്റെ വയലേഷനാണ്. അത് മലയോര മേഖലയിൽ താമസിക്കുന്ന മനുഷ്യരെ മാത്രമല്ല ബാധിക്കുന്നത്, എല്ലാ ആൾക്കാരെയും ബാധിക്കുന്ന തരത്തിലേക്ക് ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിനെപ്പറ്റി എത്ര ജനപ്രതിനിധികൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. സബ്ജക്ട് കമ്മിറ്റിയിലുള്ള ചില MLA-മാരെയൊക്കെ ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു ചോദിച്ചിരുന്നു. അവർ പറയുന്നത് അവർക്ക് ഇങ്ങനെ ഒരു അറിവേ കിട്ടിയിട്ടില്ല എന്നാണ്. ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല കരിനിയമങ്ങളും ഇങ്ങനെ ഉദ്യോഗസ്ഥർ ഒളിച്ചു കടത്തിയിരിക്കുന്നതാണ്. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഒളിച്ചു കടത്തി ഈ ജനപ്രതിനിധികളെ കൊണ്ട് അവര് പോലും അറിയാതെ ഒപ്പിച്ച് പാസ്സാക്കിയെടുത്തിട്ടുള്ള പല കരിനിയമങ്ങളാലുമാണ് അത്. ഇനി മരം മുറിക്കുന്ന വിഷയമായിക്കോട്ടെ, വീട് പണിയുന്ന വിഷയമായിക്കോട്ടെ, പട്ടയം കിട്ടുന്ന വിഷയമായിക്കോട്ടെ, തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളായിക്കോട്ടെ, ബഹുഭൂരിപക്ഷ നിയമങ്ങളും ജനവിരുദ്ധമായിട്ട് ഉദ്യോഗസ്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം പാസ്സാക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളാണ്. അങ്ങനെ പാസ്സാക്കാൻ ഈ കൊണ്ടുവരുന്നത്, ഞാൻ അതിന്റെ കോപ്പി എടുത്ത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇതിൽ പറയുന്നത് വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ്. എന്നെ കേൾക്കുന്നവർ ഇത് ഷെയർ ചെയ്യണം. എന്നെ ഈ ലൈവ് കേൾക്കുന്ന ജനപ്രതിനിധികൾ ഇതിനെപ്പറ്റി ഗൗരവമായിട്ട് സംസാരിക്കണം. നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം. ഇത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അത് അനുസരിക്കാനായിട്ട് ബാധ്യസ്ഥരാണ് എല്ലാ മനുഷ്യരും. അതനുസരിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മളൊക്കെ കണ്ണും കാതും തുറന്നു വെച്ച് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേഖലയാണ് നിയമനിർമ്മാണം. നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ജനപ്രതിനിധികളുടെ ശ്രദ്ധയിലേക്ക് പോലും വരാതെ നിയമം നടപ്പിലാക്കാൻ മാത്രം അധികാരമുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ച് നിയമം ഉണ്ടാക്കുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന തരത്തിലേക്ക് അവർ മാറിയിരിക്കുകയാണ്. എതിർക്കപ്പെടേണ്ടതാണ്. ഇതൊരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഇത് മനസ്സിലാക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക, ഇതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുക. ഇത് സാധാരണ ജനങ്ങൾ ഇതിലേക്ക് ഒന്നും ശ്രദ്ധിക്കില്ല. നിയമനിർമ്മാണം എന്ന് പറയുന്ന മേഖലയിലേക്ക് സാധാരണ ജനങ്ങൾ ശ്രദ്ധിക്കാറേയില്ല. അത് മാറണം. നമ്മൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് ജനപ്രതിനിധികൾ ഇതെല്ലാം കണ്ണും കാതും തുറന്നു വെച്ച് ശ്രദ്ധിച്ചിട്ടാണ് ഇവിടെ നിയമനിർമ്മാണം നടക്കുന്നതെന്ന്. ഏറ്റവും വലിയ അഴിമതി ഉണ്ടാകുന്നത് നിയമനിർമ്മാണത്തിലാണ്. ജനങ്ങളുടെ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും
തടസ്സപ്പെടുത്തുന്നത് നിയമനിർമ്മാണമാണ്. അതായത് നിയമനിർമ്മാണത്തിൽ മതിയായ ചിന്തയും ചർച്ചകളും സാധാരണ ജനങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ കരിനിയമങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അങ്ങനെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന ഒരു കരിനിയമമാണിത്. 1961 കേരള ഫോറസ്റ്റ് ആക്ടിന്റെ പുതുതായിട്ട് കൊണ്ടുവരുന്ന ഭേദഗതി ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അവനവന്റെ പ്രൈവറ്റ് ഹോൾഡിംഗ്സ് പോലും സംരക്ഷിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് പ്രതിസന്ധി അനുഭവിക്കുന്ന ജനങ്ങളുടെ മേലിലേക്ക് ഉദ്യോഗസ്ഥ താല്പര്യം അനുസരിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ഈ നിയമ ഭേദഗതി ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പാക്കാനായിട്ട് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കുക, ഷെയർ ചെയ്യുക, പ്രതികരിക്കുക. ശക്തമായ സമരം കേരളത്തിൽ ഉടനീളം ഈ വിഷയത്തിൽ ഉണ്ടാകും. ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കപ്പെടുന്ന പക്ഷം നിലവിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഏൽപ്പിച്ചിട്ടുള്ള അധികാരങ്ങൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിക്കൊണ്ട് പാസ്സാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഈ ബില്ല് ആർക്ക് വേണ്ടിയിട്ടാണ്? ആരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? ഇവിടുത്തെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അധികാരമുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിയമം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ജനപ്രതിനിധികൾ അവർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥർ ഒളിച്ചു കടത്തുന്ന നിയമങ്ങൾക്ക് അടിയിൽ അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിയമനിർമ്മാണത്തിന് മുതിരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇന്ന് വിശ്വസിച്ചിരിക്കുന്നവരൊക്കെ, നിങ്ങൾക്ക് കൊടി പിടിക്കുന്നവരും മുദ്രാവാക്യം വിളിക്കുന്നവരും ഒക്കെ നാളെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞ് സംസാരിക്കാനുള്ള സാഹചര്യം നിങ്ങളറിയാതെ നിങ്ങൾ തന്നെ സൃഷ്ടിച്ചു വയ്ക്കുകയാണ്. അതുകൊണ്ട് ദയവായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ലൈവ് കേൾക്കുന്നവരിത് ഷെയർ ചെയ്യണം. ഇതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകണം. ഈ നിയമ ഭേദഗതി ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കൂടുതലായിട്ടുള്ള വിവരങ്ങളുമായിട്ട് തുടർന്ന് ലൈവിൽ വരാം. അതുകൊണ്ട് ഈ വിഷയത്തെപ്പറ്റി എല്ലാവരും പഠിക്കണം. ഇതൊക്കെ ഇന്ന് ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഈ പുതിയ കേരള ഫോറസ്റ്റ് ആക്ട് അമെന്റ്മെന്റ് ബില്ല് എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വായിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കേൾക്കുന്നവർ ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണത്തിന് തയ്യാറാകണം. ഞാൻ യാത്രയിലാണ്. ഇതിന്റെ ഗൗരവമുള്ളത് കൊണ്ടാണ് യാത്രയിൽ വാഹനം നിർത്തിയിട്ട് ഈ ലൈവ് തരാനായിട്ട് നിർബന്ധിതനാകുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവതരമായ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഈ നിയമ ഭേദഗതിക്കെതിരെ കഴിയുന്ന തരത്തിൽ എല്ലാവരും പ്രതികരിക്കണം. ശക്തമായ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ ലൈവിലൂടെയും മറ്റും ഇതിനെപ്പറ്റിയുള്ള കൂടുതലായിട്ടുള്ള വിവരങ്ങൾ തരാം. ശക്തമായിട്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി.